പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 30 വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 5ാമത്തെയും അവസാനത്തേതുമായ വെള്ളിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്നിടങ്ങളിൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും കൂടെ ഇന്നത്തെ ദിവസം അനുഗ്രഹത്തോടെ ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 8 വാക്യം. ഐസയ ചാപ്റ്റർ 65 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കയില്ല. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ അതിമനോഹരമായ വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. വളരെ വ്യത്യസ്തമായ ഒരു വാക്യം. മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് ഉള്ളതുപോലെ, കാണുന്നത് പോലെ നമുക്കിടയിൽ ഒരു അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിലെ ദൈവം ഈ ജനതയുടെ അനുസരണക്കേട്, അന്യ ആരാധന, ന്യായപ്രമാണം വിട്ടുള്ള ജീവിതം, ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിത രീതി, ഇവ മൂലം ഇവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അതിനിടയിൽ ചില ദൈവദാസന്മാർ, പ്രാർത്ഥിക്കുന്നവർ, വചനമനുഷ്ഠിക്കുന്നവർ, ന്യായപ്രമാണത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ദൈവം കണ്ടതിനാൽ ഇതിനിടയിൽ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തെ മുന്തിരിക്കുല മുഴുവനായി നശിപ്പിച്ച് കളയാതെ അതിനെ നിർത്തിയിരിക്കുകയാണ്, ആ ഒരു അനുഗ്രഹത്തെ പുറത്തു കൊണ്ടുവരുവാൻ. നാം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ദൈവം സോദോം ഗൊമോറയ്ക്ക് വന്ന നാശത്തിന്റെ മധ്യേ ലോത്തിനെ വിടുവിച്ചു എന്ന് വായിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരു അനുഗ്രഹ പാത്രമാണ് എങ്കിൽ ആര് നശിപ്പിക്കുവാൻ, പിച്ചി ചീന്തുവാൻ, തകർത്തെറിയുവാൻ ശ്രമിച്ചാലും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. തമ്പുരാൻ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്ത് നമ്മളെ എത്തേണ്ടിടത്ത് എത്തിച്ചിരിക്കും. അതിനെ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളും നന്മകളും, അത് ആത്മീകമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, കുടുംബപരമായിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളുടെ ആയിക്കൊള്ളട്ടെ, എല്ലാ നന്മകളും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഫോർ ഫാദേഴ്സ് ആരെങ്കിലും ആരോ പ്രാർത്ഥിച്ചിരുന്നു, ഒരനുഗ്രഹമായി നിന്നിരുന്നു. ദൈവം എന്റെ ദാസനും എന്റെ ദാസിയുമായി കണക്കാക്കിയിരുന്നു. തന്മൂലം നമ്മെ പിച്ചി ചീന്താതെ, ആ മുന്തിരിക്കുലയിലെ അനുഗ്രഹത്തെ കളയാതെ, നശിപ്പിക്കാതെ ദൈവം നിലനിർത്തി. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ആരും കരുതരുത്, എന്റെ ആത്മീയ ജീവിതം, എന്റെ പ്രാർത്ഥനാ ജീവിതം,
എന്റെ വിശുദ്ധ ജീവിതം, ഞാൻ ചെയ്ത ദാനധർമ്മങ്ങൾ, ഞാൻ ചെയ്ത ശുശ്രൂഷകൾ, ഞാൻ കൊടുത്ത ദശാംശം, ഇവയാണ് ഇന്ന് ഞാൻ ഇത്ര നന്മ അനുഭവിക്കുന്നത്. എന്റെ മക്കൾ ഈ നിലയിൽ കഴിയുന്നത് ഒന്നുമല്ല. അവരവർക്കറിയാം അവരവരുടെ ജീവിതത്തിന്റെ ആകത്തുക ദൈവത്തെ എത്ര അനുസരിച്ചു, ദൈവവചനത്തെ എത്ര അനുസരിച്ചു, മാതാപിതാക്കളെ എത്ര അനുസരിച്ചു, സഹോദരങ്ങളെ അനുസരിച്ചു, ഭർത്താവിനെ അനുസരിച്ചു, കുടുംബത്തിൽ മുതിർന്നവരെ അനുസരിച്ചു, ദൈവദാസന്മാരെ അനുസരിച്ചു. ഇതൊക്കെ അവരവർക്കറിയാം. എന്നിട്ട് അവയുടെ കണക്കാക്കിയിട്ട് ഒരു തീരുമാനത്തിൽ പറഞ്ഞാൽ മതി, എന്റെ ശുശ്രൂഷയുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. നമുക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ മുഴങ്കാലുമടക്കി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അത് തമ്പുരാൻ കണക്കിട്ടത് കൊണ്ട് അടുത്ത തലമുറയിൽ ഒരനുഗ്രഹമുണ്ട് എന്ന് ദൈവം കണ്ടതുകൊണ്ട് നമ്മുടെ മുന്തിരിക്കുലയെ തമ്പുരാൻ കളയാതെ പിച്ച് ചീഞ്ചാതെ നിർത്തി. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്. കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ പിതാക്കന്മാർ ചെയ്തത് വചനം ഇന്ന് വായിച്ചു കേട്ടതുപോലെ, എന്റെ ദാസന്മാർ നിമിത്തം ഞാൻ അവരെ എല്ലാവരെയും നശിപ്പിക്കുകയില്ല എന്നുള്ള വചനം നമ്മിൽ നിറവേറിയെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഈ ദ്വന്ദ്പക്ഷം, പക്ഷം പിടിക്കൽ, മുഖപക്ഷം, പിണക്കം, ജാരശങ്ക സകലവും മാറ്റിവെച്ച് വചനമനുസരിക്കുന്നവരായി തീരണം. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ എന്ന് ഭക്തനായ പാട്ടുകാരൻ പാടിയത് ദിവസം 7 നേരം പാടിയത് കൊണ്ട് ആയില്ല. അത് അതുപോലെ പാലിക്കുമ്പോഴേ ജീവിതത്തിൽ അന്വർത്ഥമാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നാം ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും കൂടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്, ദയാണ്, കരുതലാണ്. നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ്. ഞാൻ എല്ലാവരെയും നശിപ്പിക്കുകയില്ല, അവർക്കിടയിൽ ഒരനുഗ്രഹമുണ്ട്. അതുകൊണ്ട് മുന്തിരിക്കുല പറിച്ചു കളയരുത്. തമ്പുരാൻ ഒരു ദിവസം കൂടെ 2025 5-ാം മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തമ്പുരാൻ ഇന്ന് പകൽ എന്നെ നോക്കുമ്പോൾ, ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നോക്കുമ്പോൾ ഇന്നത്തെ വാക്യം പറയുമോ, ഇവനിൽ, ഇവന്റെ കുടുംബത്തിൽ ഒരു നന്മയുണ്ട്, അതുകൊണ്ട് ഞാൻ നശിപ്പിക്കുകയില്ല. നമ്മുടെ നന്മ, കുഞ്ഞുങ്ങൾക്ക് നന്മ വരുവാൻ, കുടുംബാംഗങ്ങൾക്ക് നന്മ വരുവാൻ, ദേശത്ത് നന്മ വരുവാൻ പ്രാർത്ഥിക്കുക. മറ്റുള്ളത് മുഴുവനും പിൻപിൽ എറിഞ്ഞുകളയുക. ദൈവ പൈതലായി ദൈവം അംഗീകരിക്കട്ടെ, ദൈവം നമ്മെ മാനിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിശ്ചയമായും നമ്മളിലുള്ള അനുഗ്രഹത്തിന്റെ നാമ്പ് ഒരിക്കലും സ്വർഗത്തിലെ ദൈവം നുള്ളിക്കളയാതെ അതിനെ വളർത്തി ഫലപ്രാപ്തിയിലെത്തിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ചില അനുഗ്രഹത്തിന്റെ നാമ്പുകൾ ഇന്ന് പകൽ മുളച്ചു വരട്ടെ. നമ്മളെ വിട്ട് വിദൂരങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, കുടുംബസ്ഥരായിരിക്കുന്നവർ, നമ്മളോടൊപ്പം നിൽക്കുന്നവർ, സകലരെയും തമ്പുരാൻ ഈ അനുഗ്രഹത്തിന്റെ നാമ്പുകളാക്കി തീർക്കട്ടെ. നമ്മൾ ചില നാളുകളായി പ്രാർത്ഥിക്കുന്ന വേദനയേറിയ, സങ്കടമേറിയ, വിഷമമേറിയ ചില വിഷയത്തിന്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹത്തിന്റെ നാമ്പ് ഇന്ന് കാണട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം ഒരു വിടുതലിന്റെ ദിനമായി തീരട്ടെ. ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, എന്റെ സഹോദരീ സഹോദരങ്ങളെ, പ്രിയ വിശ്വാസ സമൂഹമേ, വചനപ്രകാരം
ജീവിതത്തെ ക്രമീകരിച്ച് നമ്മുടേതായിട്ടുള്ള സകലതും മാറ്റിവെച്ച് തമ്പുരാൻ നമ്മെ ദൈവത്തിന്റെ പൈതലായി മക്കളായി അംഗീകരിച്ച് നമ്മളിലുള്ള അനുഗ്രഹത്തിന്റെ മുളയെ വളർത്തി സകല നന്മകൾ നൽകി നമ്മെ അനുഗ്രഹത്തോടെ പരിപാലിക്കട്ടെ. അത് അനുഭവിക്കുവാനും നൽകിയ കർത്താവിനെ നന്ദിയോടെ ഓർത്തു സ്തോത്രം ചെയ്യുവാനും ഇന്ന് പകൽ കർത്താവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രയേൽ ജനതയെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ കോപത്തിന്റെ മധ്യേ ദൈവം വീണ്ടും അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ ഒരനുഗ്രഹമുള്ളതിനാൽ അതിനെ കളയാതെ പറിച്ചു കളയാൻ നിർത്തിയതുപോലെ ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ നന്മകളെ ഞാൻ തീർച്ചയായും മാനിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് വളർത്തും, ഉയർത്തും. കർത്താവേ, ഞങ്ങളുടെ നാമ്പുകളെ, ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട മുളകളെ അപ്പൻ കാണണമേ. ഞങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളെ അപ്പൻ ഏറ്റെടുക്കണമേ. നീ അവിടുന്ന് അനുഗ്രഹിച്ച് മാനിച്ച് ദൈവകൃപകളാൽ പൊതിയണമേ. ഇന്ന് ജീവജലം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അവരുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെയും അവിടുന്ന് അറിഞ്ഞ് അവരോട് ഇടപെട്ട് ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, വചനത്തിൽ ഓർപ്പിച്ചതുപോലെ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് കൈക്കൊണ്ട് നമ്മുടെ തലമുറയെയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും മാനിക്കട്ടെ. നമ്മുടെ കുടുംബമാകുന്ന ആത്മീയ സഭയാകുന്ന മുന്തിരിക്കുലയെ പറിച്ചു കളയാതെ അതിന്റെ അകത്തിലെ അനുഗ്രഹത്തെ തമ്പുരാൻ കണ്ട് വളർത്തി ഉയർത്തി ഫലപ്രാപ്തിയിലെത്തിച്ച് അനേകർക്ക് വിടുതലും അനുഗ്രഹവുമായി തീരട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.